മൈസൂരുവിലെ ഭൂമി ഇടപാടിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ലോകായുക്ത പോലീസ് കേസെടുത്തു. സിദ്ധരാമയ്യക്കെതിരെ അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ലോകായുക്ത പോലീസിന് ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. അഴിമതി നിരോധന നിയമപ്രകാരം മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും വിധിച്ചിരുന്നു. അന്വേഷണത്തിന് ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് നൽകിയ അനുമതി ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. 1988 അഴിമതി നിരോധന നിയമത്തിലെ 17A വകുപ്പ്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 218 വകുപ്പ് എന്നിവ പ്രകാരമാണ് കുറ്റവിചാരണ ചെയ്യാൻ ഓഗസ്റ്റ് 17 ഗവർണർ അനുമതി നൽകിയത്. എന്നാൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം മാത്രമേ മുഖ്യമന്ത്രിക്കെതിരെ നടത്തേണ്ടതുള്ളൂവെന്ന് ഹൈക്കോടതി വിധിച്ചിരുന്നു. ഇതുപ്രകാരമാണ് ലോകായുക്ത അന്വേഷണത്തിന് കളമൊരുങ്ങിയത്. മുടക്കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് നേരത്തെ അനുമതി നൽകിയിരുന്നു. തുടർന്ന് ഗവർണറുടെ ഈ നീക്കത്തെ ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും തിരിച്ചടി നേരിട്ടു. പിന്നാലെ സിദ്ധരാമയ്യക്കെതിരെ കേസെടുക്കാൻ ലോകായുക്ത പോലീസിന് പ്രത്യേക കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഭവത്തിൽ ലോകായുക്ത FIR രേഖപ്പെടുത്തിയത്. കർണാടകയിൽ BJP സർക്കാർ ഭരിക്കുന്ന കാലത്ത് 2022 ജനുവരി 25 നടന്ന ഭൂമി കൈമാറ്റത്തെ ചൊല്ലിയാണ് വിവാദം. സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് മൈസൂരു നഗരവികസന അതോറിറ്റി 14 പ്ലോട്ടുകൾ അനുവദിച്ചതിൽ 55.8 കോടി രൂപയുടെ ക്രമക്കേട് നടന്നെന്നാണ് ആരോപണം. ഗ്രാമത്തിലെ അവരുടെ 3.16 ഏക്കർ ഏറ്റെടുത്തതിന് പകരം നഗരത്തിൽ കണ്ണായ ഭാഗത്ത് ഭൂമി അനുവദിച്ചത് സിദ്ധരാമയ്യയുടെ സ്വാധീന ഫലമായാണെന്നാണ് ആരോപണം. വ്യാജരേഖ ചമച്ചാണ് ഭൂമി അനധികൃതമായി സ്വന്തമാക്കിയതെന്ന മൈസൂരുവിലെ സന്നദ്ധ പ്രവർത്തകരായ TJ എബ്രാഹാം, SP പ്രദീപ് കുമാർ, സ്നേഹമയി കൃഷ്ണ എന്നിവർ നൽകിയ പരാതികളിലാണ് നടപടി.